രേഖാചിത്രം ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ റിലീസായ ഈ സിനിമയിലേക്ക് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനേക്കാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന നിലയിലാണ് കൂടുതൽ വർക്കാവുന്നത്. കാരണം ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ സിനിമയിലെ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ നമ്മൾ കാത്തിരിക്കുന്ന, അതായത് ക്ലൈമാക്സ് വരെ നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഫാക്ടർ, അതായത് വില്ലൻ ആരാണെന്നും ആദ്യം തന്നെ കില്ലർ ആരാണെന്ന് ആദ്യം തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഈ സിനിമ മുന്നോട്ട് പോകുന്നത് എന്തിന് അയാളിത് ചെയ്തു എന്നതിനെക്കുറിച്ച് നായകൻ അന്വേഷിക്കുന്നതായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തെക്കുറിച്ച് ഒരാൾ പിന്നീട് റിവീൽ ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെ എന്തുകൊണ്ട് അയാളിത് ചെയ്തു എന്ന് പോലീസ് അന്വേഷിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. അതായത് മെയിൻ നായക കഥാപാത്രമായ ആസിഫ് അലിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പിന്നെ ഈ സിനിമ കുറേയൊക്കെ ഫ്ലാറ്റായിട്ടാണ് പോകുന്നത്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ആയി കഴിയുമ്പോൾ. ഫസ്റ്റ് ഹാഫ് വരെ ഈ സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് നല്ലൊരു മൂഡിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഈ സിനിമ അല്പം ഫ്ലാറ്റായി പോകുന്നുണ്ട്. പിന്നീട് ഈ സിനിമ ഓരോ പഴയ കേസിലേക്ക് ചെന്ന് കഴിയുമ്പം കുറേയേറെ കൊലപാതകങ്ങൾ സംഭവിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ എൻഗേജിങ് ഫാക്ടർ തന്നെയാണ്. പിന്നെ ഈ സിനിമ ശരിക്കും വളരെ പുതുമയുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വളരെ പുതുമയുള്ള സംഭവങ്ങളൊന്നുമല്ല ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ ഈ സിനിമയെ ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്കൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ സിനിമ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, അതായത് മലയാള സിനിമയിൽ ഇതുവരെ അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, അതായത് പണ്ട് മലയാള സിനിമയിൽ ഉണ്ടായ ഒരു സിനിമയുടെ സെറ്റിൽ ആ സിനിമയുമായിട്ട് ഈ സിനിമ വളരെ കണക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് വളരെ എൻഗേജിങ് ആയിട്ട് നമുക്ക് വളരെ ഇമോഷണലി തന്നെ അതായത് നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുന്ന ആളും പഴയ സിനിമയെക്കുറിച്ചൊക്കെ നല്ല അറിവും, അതായത് ഈ സിനിമ കാണിക്കുന്ന കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ സിനിമയെക്കുറിച്ച്, അന്നത്തെ ആർട്ടിസ്റ്റുകളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാവുന്ന, അത്തരം സിനിമകൾ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. കാരണം അത്ര ഭംഗിയായിട്ട് തന്നെ ഈ സിനിമയുടെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ ആ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് തിയേറ്ററിൽ തന്നെ കണ്ടു തന്നെ ആസ്വദിക്കണം. പ്രത്യേകിച്ച് ഈ കഥാപാത്രമൊക്കെ ഇത്രയും വളരെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ അത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെ കഴിഞ്ഞുമൊക്കെ ഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സിന് ശേഷം വരുന്ന എൻഡ് ക്രെഡിറ്റ്സൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കഥയാണ് ഈ സിനിമയുടെ, എങ്കിലും വളരെ അത്ര എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമയും അല്ല, ഒരു ത്രില്ലറും അല്ല ഈ സിനിമ. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സിനിമ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് തന്നെ പറയാം.